Magic morning. Magic morning. Magic morning. Okay. Magic morning. ഓക്കെ, അപ്പൊ എല്ലാവരുടെ പ്രസൻസ് ഇവിടെ ഉണ്ടെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് സെഷൻ എടുക്കുന്ന നമ്മുടെ സ്വന്തം ബി മാജിക് മെമ്പർ ആയിട്ടുള്ള റസാഖ് സാറാണ്. സോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ തിരക്ക് എന്നാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഒരു സെഷൻ എടുക്കാൻ വേണ്ടി റസാഖ് സാർ ഇൻവൈറ്റ് ചെയ്യാം. റസാഖ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. എവിടെ പോയി എല്ലാരും? കാണുന്നില്ലല്ലോ. എന്താ മനുഷ്യർ ആരും കാണാത്ത? തിരക്കില എല്ലാരും? ബിസിയാണ്. തിരക്ക് അല്ലേ? തിരക്കാണ്. തിരക്കില്ലാത്തവരൊക്കെ ഒന്ന് വീഡിയോ ആക്കിയാ വിദ്യുബാനൊക്കെ തിരക്കില്ല. പിന്നെ ആരെയും തിരക്കില്ലാത്ത? തിരക്കല്ല, ഞാൻ യോഗയിലാണ്. അപ്പൊ അത് അത് തിരക്കാണ്. ചെയ്തുകൊണ്ട് കേൾക്കാലോ. ഓക്കെ, അതൊരു തിരക്കാണ്. വേറെ അഖില മാമിന് എന്താ തിരക്ക്? അഖിലമ്മ നിങ്ങളാ കളി കണ്ടു, നിങ്ങൾ ഓണാക്കി വന്നാണ്. കിച്ചണിലാണ്. ആ, തിരക്കിലാണ് അല്ലേ? പിന്നെ ആർക്കാ തിരക്ക? ദിവ്യ മാമിന് തിരക്കാം? ദിവ്യക്ക് തിരക്കാണ്. ബീനക്ക് തിരക്കാണ്. കേക്ക് ഉണ്ടാക്കുന്ന തിരക്കാണ്. കിച്ചണിലാണ്. ആ, തിരക്കിലാണ്. ഇന്നത്തെ വിഷയം എന്താണ്? തിരക്ക് അല്ലേ? അപ്പൊ ഇന്നലെ നമ്മളൊരു കോഴ്സ് ആയിട്ട്, അതൊരു പരിശീലനമായിട്ട് തുടങ്ങിയിരുന്നു. എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമില്, ഫേസ്ബുക്കില്, അതേപോലെ തന്നെ യൂട്യൂബില്, സൂമില് ഒക്കെ എങ്ങനെ സംസാരിക്കണം, എന്തൊക്കെയാണ് അതിൻ്റെ ഒരു നിയമങ്ങൾ എന്ന് നമ്മൾ ചെറുതായിട്ട്, വലിയ രീതിയിലൊന്നല്ല, ചെറിയ രീതിയിലൊന്ന് പഠിച്ചിരുന്നു. ഏതൊരു സംഭവം പഠിക്കണമെങ്കിൽ അതിൻ്റെതായിരിക്കുന്ന ഒരു പരിശീലനം ആവശ്യമാണ്. ഏറ്റവും റിസ്ക് ഉള്ള പഠനം ഏതാ നിങ്ങൾക്ക് അറിയാം? ഏറ്റവും റിസ്ക് ഉള്ള പഠനം സൈക്കിൾ അഭ്യാസമാണ്. കാരണം എന്താ അറിയോ? ചെറിയ വണ്ണമില്ലാത്ത 2 ടയറേ അതിനുണ്ടാവുള്ളൂ അല്ലേ? എന്നാല് അതിൻ്റെ ഹെഡ്, തല, അത് നമുക്ക് 2 പിടുത്തം ഉണ്ടാവും. ആ പിടുത്തം ലെവലിൽ നിന്ന് ഒരു ചരിത്രം ഉണ്ടാവില്ല അല്ലേ? നമ്മളതിൽ കയറി ഇരിക്കണം എന്നില്ല, കയറി തന്നെ എന്തോ ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. തല ലെവലാവില്ല. ആകെ വണ്ണമില്ലാത്ത 2 ടയറേ ഉള്ളൂ, തല ലെവലും അല്ല. പിന്നെ എങ്ങനെ അതിൽ പഠിക്കും? നമ്മളത് പരിശീലനം ചെയ്യുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് ആർക്കെങ്കിലും ഒന്ന് അറിയാൻ പറ്റുമോ? സൈക്കിള് അഭ്യാസം ഉള്ള ആളുകൾക്കൊക്കെ പറയാം, അല്ലാത്തവർക്കും ഊഹിച്ച് പറയാം. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണത്? ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? നമ്മൾ ഇരുത്തം ശരിയാക്ക, പോസ്റ്റർ. പിന്നെ മുന്നോട്ട് നോക്കാന്നറിയും. അതാണ് ബഷീർ സാർ പറഞ്ഞതാണ് അതിന്റെ കറക്റ്റ്. സൈക്കിളിലേക്കോ സൈക്കിളിന്റെ ടയറിലേക്കോ നോക്കാൻ പാടില്ല, പിന്നെ മുന്നിലേക്ക് നോക്കണം.
എവിടേക്കാണ് പോകുന്നത് അവിടേക്ക് നോക്കണം. അത് ഏറ്റവും വലിയ പാടാണ്. നമ്മളിപ്പോ ഒരു വീഡിയോ ചെയ്യുന്നത് പഠിക്കുമ്പോൾ നമ്മളെ നോട്ടം എന്തായിരിക്കണം? ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കരുത്, അല്ലേ? ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇപ്പൊ ഒരു ബിമാജിക്കിൽ ക്ലാസ് എടുക്കുന്നതോ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതോ അല്ല നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മള് ഭാവിയിൽ എന്താകണം എന്നൊരു തീരുമാനം, അതായത് ആ വീഡിയോ ചെയ്തിട്ടുള്ള ഭാവിയിൽ എന്തായിരിക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടാകണം. മുന്നോട്ട് നോക്കണം. അപ്പൊ നമുക്ക് പരിശീലനം ആവശ്യം വരില്ല. എന്തിനാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്? നമുക്ക് ക്ലാസ് എടുക്കാനാണല്ലോ, അല്ലേ? അപ്പോ അതല്ലെങ്കിൽ നമുക്കൊരു വീഡിയോ ചെയ്യാനാണല്ലോ. അപ്പൊ അതിന്റെ റിസൾട്ട് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് മുന്നോട്ട് വരും. അത് ചെയ്ത് 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 പ്രാക്ടീസ് ആക്കും. ഒരു സൈക്കിൾ അഭ്യാസം എത്ര ദിവസം കൊണ്ട് പഠിയും? അത് അയാളെ ശ്രമം പോലെ ഇരിക്കും, അല്ലേ? എന്തായാലും ഒരു ദിവസം കൊണ്ട് പഠിയില്ല. പഠിയോ? പഠിയില്ല. അപ്പൊ പിന്നെ ഒരു പ്രാവശ്യം ക്ലാസ് എടുത്താൽ നമ്മൾ റെഡിയായോ? ഇല്ല. പിന്നെന്ത് ചെയ്യണം? വീണ്ടും 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 അത് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിന്റെ അടിയിൽ വീഴോ? വീഴും. പരിക്ക് പറ്റുമോ? പരിക്ക് പറ്റും, അല്ലേ? ഇതൊക്കെ സംഭവിക്കൂലേ? അപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ വിഷയം കിട്ടാതെ വരും, അല്ലെങ്കിൽ വിഷയത്തില് നമ്മളടുത്ത് ഒരുപാട് പാളിച്ചകൾ സംഭവിക്കും. അതിന് ആ പാളിച്ചകളെ ഉൾക്കൊള്ളാനാണ് നമ്മളൊരു വേറെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്, അല്ലെ? ആ പ്ലാറ്റ്ഫോമിൽ എന്ത് പാളിച്ച സംഭവിച്ചാലും നമുക്കൊരു വിഷയമല്ല, ആണോ? അപ്പൊ ഇതേപോലെയാണ് എല്ലാ സംഭവം. ഒരു ബിസിനസ് ആണെങ്കിലും അങ്ങനെ തന്നെ പൊളിയും, നിർബന്ധമായിട്ട് പൊളിയും. അപ്പൊ വേറെ തുടങ്ങണം, സ്ഥലം മാറ്റിക്കൊള്ളണം, അല്ലേ? സ്ഥലം മാറ്റുക, വേറെ ചെയ്യുക. അപ്പൊ അത് പൊളിയോ? തീർച്ചയായിട്ടും ചിലപ്പോൾ പൊളിഞ്ഞേക്കാം. എന്ന് വിചാരിച്ച് ഇത് നിർത്താൻ പറ്റുമോ? പറ്റില്ല. ചെയ്തുകൊണ്ടേയിരിക്കണ്ടേ. എവിടെ വരെ? നമുക്ക് ഉള്ളിലൊരു കോൺഫിഡൻസ് വരുന്നത് വരെ ചെയ്യണം. അതാണ് അതിന്റെ സത്യം. അല്ലാതെ ബാക്കിയുള്ളതൊന്നും പ്രശ്നമില്ല. ബാക്കിയുള്ളത് പ്രശ്നമല്ല. ഇപ്പൊ നമ്മള് ഇതിനു മുമ്പ് ഹിപ്നോട്ടിസത്തിന്റെ ഒരു ബേസിക് പഠിച്ചിരുന്നു, അല്ല? അതിൽ കുറെ നിയമങ്ങളുണ്ട്. ആരൊക്കെയാണ് ചെയ്യേണ്ടതെന്നും ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നും. ഫസ്റ്റ് തുടങ്ങുമ്പോ എവിടെയാണ് തുടങ്ങേണ്ടത് എന്നും ഒക്കെ ഒരു നിയമങ്ങളുണ്ട്. അപ്പൊ ആ നിയമം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇതിന് 2 മാസത്തെ ക്ലാസ്സും 4 മാസത്തെ ക്ലാസ്സും ഒക്കെ ചെയ്യണവരുണ്ട്. അത് തിയറിയാണ്. ആര് കണ്ടുപിടിച്ചു, എവിടുന്ന് കണ്ടുപിടിച്ചു, എങ്ങനെ കണ്ടുപിടിച്ചു, അതിന്റെ റിസൾട്ടുകൾ, ചെയ്തിട്ടുണ്ടായ നേട്ടങ്ങൾ ഒക്കെയാണ് അവർ പറഞ്ഞു തരുന്നത്. ചെയ്യാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ചെയ്യാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. രാവിലെ മുതൽ ഒരു 9 മണി മുതൽ 12 മണി വരെ മെനക്കെട്ടാൽ തന്നെ നമുക്കൊക്കെ ഇത് പഠിച്ചെടുക്കാൻ കഴിയും. അത്രയും സിമ്പിൾ മെത്തേഡാണ്. അത്രയും സിമ്പിൾ മെത്തേഡാണ്. രാവിലെ ഒരു 9 മണി മുതൽ 12 മണി വരെ ഒരു 3 മണിക്കൂർ നമ്മൾ എല്ലാവരും എന്താണ് ശ്രമിച്ചാൽ ആ പങ്കെടുത്ത എല്ലാവർക്കും ഇത് പഠിക്കാൻ കഴിയും. അത്രയേ ഉള്ളൂ. അതിനാണപ്പത്. പക്ഷെ അയാള് അതിൽ എന്നാണ് പെർഫെക്റ്റ് ആകുക എന്നറിയോ? പഠിക്കാൻ കഴിയും, പഠിച്ചിരിക്കും, ചെയ്തിട്ടുണ്ടാകും. പക്ഷെ എന്നാണ് പെർഫെക്റ്റ് ആകുക? ചെയ്ത് 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 ചെയ്ത്, ഇല്ലേ? അപ്പൊ നമ്മൾ പറയും ഒരു സ്ഥലത്തേക്ക് വിളിക്കണം,
മണി സാറേ, ഞങ്ങളൊരു 10-20 ആളുണ്ട്. അപ്പൊ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു സെക്ഷൻ തരാം, ഒരു അരമണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യണം, ഹിപ്നോസിസ് ചെയ്യണം എന്ന് പറയാണ്. അപ്പൊ മണി സാറ്, ഔ കയ്യൂലട്ടാ, തിരക്കാണ്, ഞാനിപ്പോ കുറച്ച് ബിസിയാണ്, പിന്നെ ചെയ്യാം. പിന്നെ ചെയ്യോ? പിന്നെ ചെയ്യൂല. കാരണം ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലില്ല. അത് നമ്മളെ മുദ്രാവാക്യല്ലേ, നമ്മുടെ മുദ്രാവാക്യാണ്. ഇല്ല, ഇപ്പോൾ ഇല്ലെങ്കിൽ പിന്നീട് ഒരിക്കലില്ല. ഇതിന്റെ മുമ്പ് ഞാൻ പറഞ്ഞതാ. ഇപ്പൊ ഷീലാമ്മ എന്നോട് പറഞ്ഞു, ഞാൻ റെഡിയാണ് ക്ലാസ് എടുക്കാൻ. ഷീലാമ്മ റെഡിയാണ്, എനിക്കറിയാം ഷീലാമ്മ റെഡി, അപ്പൊ വിളിച്ചാലും റെഡിയാണ്. അതുകൊണ്ട് ഷീലാമ്മയോട് നിങ്ങളാണ് ഇരിക്കുക. കാരണം എന്താ പറയാ, ഷീല മാമിന്റെ പരിശീലനത്തിന് ആവശ്യമില്ല. പരിശീലനം ആവശ്യമുള്ള ആൾക്കാരെ എനിക്കറിയാം. ആവശ്യമില്ല. അവരെ ക്ലാസ് എടുക്കുന്ന ആളാണ്, അവർക്ക് ചെയ്യാൻ കഴിയും. അതിന്റെ ആവശ്യമില്ല. നൗഫൽ സാറിന് അതിന്റെ ആവശ്യമില്ല. നൗഫൽ സാർ പറഞ്ഞു, നൗഫൽ സാറിനോട് പറഞ്ഞു, നിങ്ങളാണ് മിണ്ടാതിരിക്കുക. ബഷീർ സാറിനോട് ഞാൻ പറഞ്ഞല്ലോ ഗ്രൂപ്പില്, നിങ്ങളാണ് മിണ്ടാതിരിക്കുക. കാരണം എന്താ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ കഴിയും. അവര് ഡ്രൈവർമാരാണ്. ഡ്രൈവർമാർ ഇതിൽ ആവശ്യമില്ല. ഡ്രൈവർമാർക്ക് എന്തിനത്? ഇത് ഓട്ടിപ്പടിക്കണ വിദ്യാർത്ഥികൾക്കുള്ളതല്ല, അവർക്കാണിത് പരിശീലനത്തിന്റെ ആവശ്യമുള്ളത്. അപ്പൊ നമ്മളൊക്കെ ഇന്ന് രാവിലെ ഞാൻ കുറെ ആളുകളോട് ചോദിച്ചു, എന്താണ് ക്യാമറ ഓൺ ആക്കാത്തത്? ബിസിയാണ്, തിരക്കാണ്, നമുക്ക് തിരക്കാണ്. നമ്മൾ ഒരു കാര്യം നോക്കി, ജസ്റ്റ് ഒരു 10 വർഷം മുമ്പ്, ഞാൻ നിങ്ങളെ ഫീലിംഗ് ആക്കല്ല കേട്ടോ, ഒരു 10 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ ഇപ്പോ ആ ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ മറവ് ചെയ്തത് അല്ലെങ്കിൽ കത്തിച്ചത്, ആ ശ്മശാനം, അവിടെ ഒന്ന് പോയി കാണാറുണ്ടോ? ഉണ്ടോ? ഉണ്ടെങ്കിൽ എസ് ഒന്ന് ടൈപ്പ് ചെയ്ത്. അവരവിടെ ഇരിക്കുന്നുണ്ടാവില്ല. കാണാറുണ്ടോ പറഞ്ഞാൽ ചായ ഒന്നും കിട്ടൂല അവിടെ പോയാല്, ബന്നും ചായ ഒന്നും കിട്ടൂല. എന്നാലും ജസ്റ്റ് എന്റെ പിതാവായിരുന്നു പണ്ടെങ്ങോ, ആ ശീലമേം പോലുണ്ട്. ഞാൻ ദിവസം അവർക്ക് പ്രാർത്ഥിച്ചിട്ടേ ഉറങ്ങാറുള്ളൂ. ആ ഓക്കെ. ആ ഓക്കെ. ഫ്ലവർ വെക്കും. ശിലാമാമിന്റെ നാട്ടിൽ പിന്നെ ഫ്ലവർ വെക്കലൊരു ശീലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ കോട്ടയം പോയ ആളാണ്. അവിടെ ഒട്ടുമിക്ക ആളുകളും ആ സ്ഥലത്ത് വന്ന് ഫ്ലവറൊക്കെ വെച്ച് ഒരു ഓർമ്മ മിക്കവാറും ദിവസങ്ങളിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം ഞാൻ കണ്ടത്തോളം എനിക്ക് പരിചയമുള്ള ആളുകളൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. ഞാൻ അവിടെ കൂടുതൽ ദിവസം നിന്നിട്ടില്ല, നിന്ന പരിചയം വെച്ച് പറയാം. അപ്പൊ അത് ആ നാട്ടിലൊരു ശീലാണ്, സംശയമുണ്ട് എനിക്ക്. എന്തായാലും നല്ലതാണ്. നിങ്ങൾ നോക്കൂ, നമ്മള് ഒരു കാലത്ത് അവരുടെ ഒരു ശബ്ദം കേൾക്കാൻ പോലും നമ്മൾ കൊതിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അല്ലെ? ആ ഒരു സൗണ്ട് കേൾക്കുമ്പോ തന്നെ എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ മിഠായി കൊടുത്തിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി നടന്നിരുന്ന ആ ഒരു കാലം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഒരു ഫ്ലവർ വെച്ച്, ഫ്ലവറിന് ഇപ്പൊ എന്താ വരിക? ഫ്ലവർ വെക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. എല്ലാവർക്കും ഫ്ലവർ വെക്കാൻ പറ്റൂല. ഞങ്ങൾക്കൊന്നും ഇപ്പൊ ഫ്ലവർ വെക്കാൻ പറ്റില്ല. ഞങ്ങള് ഫ്ലവർ വെച്ചാൽ ചിലപ്പോ അതൊരു പ്രശ്നം. എന്തെങ്കിലും ഒരു ഏത് കിട്ടാൻ കാത്തിരിക്കുകയാണ്. എങ്ങനെ ആക്രമിക്കാം എന്നാണ് ജനങ്ങളെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ അത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചു നിങ്ങളാരും ഫ്ലവർ വെക്കാൻ പോണ്ട. അത് ശീലാമ്മ വെച്ചോളും, അവർക്ക് പ്രശ്നമില്ല. ജസ്റ്റ് അവിടെ ഒന്ന് പോയി നിന്നാ മതി, നമ്മളെ കാണാം. നമുക്ക് ആ സ്ഥലം കണ്ടൂടെ? വ്യക്തിയെ കണ്ടില്ലെങ്കിലും നമുക്ക് ചായയും പൊറാട്ടയൊന്നും കിട്ടൂല. എന്നാലും ജസ്റ്റ് ഒന്ന് പോയിട്ട്, ഇങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. നമുക്ക് സമയമില്ല.
ധൃതിയാണ്, തിരക്കാണ്. പക്ഷെ ഒരു കാലത്ത് നമ്മളും അവിടെ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് കിടക്കാനുള്ളതാണ്. അന്ന് ഇതിലേറെ തിരക്കായിരിക്കും മറ്റുള്ളവർക്ക് എന്ന് നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് നല്ലതാണ്, അല്ലേ? അപ്പൊ തിരക്ക് കൂടുകയാണോ കുറയാണോ കാലം ചെലുത്തോളം? പഴയ കാലത്തിലേറെ തിരക്ക് കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കണോ? കൂടിയിരിക്കുകയാണ്. കൂടിയിരിക്കണം അല്ലേ? സൗകര്യം കൂടിയിരിക്കണോ? അന്നത്തെ സൗകര്യത്തിലേറെ കൂടിയിരിക്കണോ കുറഞ്ഞിരിക്കണോ? കൂടുതലാണ്. കൂടി. അപ്പൊ അതെന്താ സംഭവം? എങ്ങനെ അതിലേറെ സൗകര്യം? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഷീല മാമിന്റെ നാട്ടിലേക്ക് പോണം എന്ന് ഉദ്ദേശിക്കാം. ഒരു 10 വർഷം മുമ്പാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പാണെങ്കിൽ, ഇവിടുന്ന് ഒരു ബസ് പുറപ്പെട്ടാൽ ചിലപ്പോൾ 2 ദിവസമൊക്കെ ആവും അവിടെ തുടങ്ങി. അത്ര സ്പീഡുള്ള ബസ്സായിരിക്കും അന്നത്തെ ബസ്സൊക്കെ. മെല്ലെ മെല്ലെ ഇങ്ങനെ, ഇല്ലേ? ഇന്നത്തെ ബസ്സൊക്കെ അങ്ങനെയാണോ? റോഡ് എങ്ങനെയാണോ? റോഡ് ഏതാ? നമ്മളെ ചെങ്കട്ടിക്കൊന്ന്, കോട്ടക്കൽ ചെങ്കോട്ടിക്കുന്നാണ് വിട്ടാ പിന്നെ കോട്ടയം വരെ അടിച്ചു മിന്നി പോകാൻ പറ്റിയ 160 സ്പീഡില് 170 സ്പീഡിലൊക്കെ പോകാൻ പറ്റിയ റോഡാണ്. അത്രയും നല്ല റോഡുണ്ട്, AC ബസ് ഉണ്ട്. മുമ്പൊക്കെ ചിന്തിക്കാൻ കഴിയും, മണിസാറിന്റെ ചെറുപ്പത്തിലൊക്കെ AC ബസ് ചിന്തിക്കാൻ കഴിയുമോ? ബസ്സിന് വളരെ കുറവാണ്, അല്ലേ? ഒരു ദിവസം 2 ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ. കോഴിക്കോട്ട് നിന്ന് മലപ്പുറത്തേക്ക് ഒരു ദിവസം 2 ബസ്സൊക്കെ ഉണ്ടാവുള്ളൂ, രാവിലെ ഒന്നും വൈകുന്നേരം ഒന്നും. ആ വൈകുന്നേരത്തെ ബസ് കൊണ്ട് പുറപ്പെട്ടാൽ രാവിലെ അവൻ ചിലപ്പോൾ മലപ്പുറത്ത് എത്താന്. അങ്ങനത്തെ ബസ്സുകളായിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ AC ബസ്സൊക്കെ മിനിറ്റ് കൊണ്ട്, 3/4 മണിക്കൂർ കൊണ്ടൊക്കെയാണ് എത്തുന്നത്. കോഴിക്കോട് ടു മലപ്പുറം 3/4 മണിക്കൂറൊക്കെ കൊണ്ട് എത്തുന്നുണ്ട്. അതിലേറെ കുറഞ്ഞ് 35 മിനിറ്റ് കൊണ്ടൊക്കെ എത്തുന്നുണ്ട്. അത്ര സ്പീഡാണ്. എന്നിട്ടും നമുക്ക് സമയമില്ല. അതെന്താ സംഗതി? എന്താ പ്രശ്നം? തിരക്കായിട്ടാണോ അതോ തിരക്കാക്കുകയാണോ നമ്മള്? അപ്പൊ ഇനി നമ്മളൊരു കാര്യം, നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകള് എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് തിരക്കാണെന്ന് പറയാൻ പാടില്ല. ഇതെന്താ പറയണ്ടേ? ഇപ്പൊ അഖിലമ്മേൻ പറഞ്ഞതുപോലെ ഞാൻ കിച്ചണിലാണ്, എനിക്ക് ഓണാക്കാൻ കഴിയൂല. ആ തിരക്കിനൊരു കാരണം ഉണ്ടാവുമല്ലോ, അല്ലേ? തിരക്കിനൊരു കാരണം ഉണ്ടാവില്ലേ? ആ കാരണം പറഞ്ഞു. ഇപ്പൊ മണിസാറ് ഇന്ന് ഒരു 10 മണിയാകുമ്പോഴേക്കും എന്റെ വീട്ടിലേക്ക് വരണം എന്ന് ഞാൻ പറയുകയാണെങ്കിൽ മണിസാർ പറയും, ഞാനിന്ന് ബാങ്കുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ജോലി ഉണ്ട്, അതുകൊണ്ട് 10 മണിക്ക് മുമ്പായി എനിക്ക് എത്താൻ കഴിയൂല എന്ന് പറയണം. അതല്ലാതെ എനിക്ക് തിരക്കാണ് എന്ന് പറയുന്നത്. എല്ലാരും ഓക്കെയാണോ? തിരക്കാണെന്ന് പറയാൻ പാടില്ല. ഇന്ന് മുതൽ നിയമം പാസ്സാക്കി, നമ്മൾ ഗവൺമെന്റ് പുതിയ നിയമമൊക്കെ വന്നില്ല, അതേമാതിരി എന്തായാലും പഞ്ചായത്തൊക്കെ ഇപ്പൊ മാറിയതാണ്. അപ്പൊ ആ നിരക്ക് നമ്മൾ പഞ്ചായത്തിലെ ഭരണം പാസ്സാക്കുക. അല്ലേ? പല പഞ്ചായത്തുകളൊക്കെ മാറിയില്ല ഇപ്പൊ. അതേമാതിരി നമ്മൾ നിയമം പാസ്സാക്കി. നമ്മളെ പഞ്ചായത്തില്, ഇമാജിക് എന്നുള്ള പഞ്ചായത്തിൽ ഇനി തിരക്കാണെന്ന് പറയാൻ പാടില്ല, കാരണം പറയണം. പുതിയ മുഖ്യമന്ത്രി ആയിക്കോട്ടെ, അല്ല പഞ്ചായത്തിന് മുഖ്യമന്ത്രി ഇല്ലല്ലോ അല്ലേ? മെമ്പറേ ഉള്ളൂ, പഞ്ചായത്ത് മെമ്പറേ ഉള്ളൂ. ഓക്കെ. നമുക്ക് ഈ രാഷ്ട്രീയം വല്ലാതെ അറിയാത്തോണ്ട് വോട്ട് ചെയ്യാൻ നേരത്ത് ആരെ പൈസ ആയിരുന്നു ഒഴുക്ക് കുത്തുക എന്നല്ലാതെ ഇല്ല, അങ്ങനെയല്ലേ മണിസാറെ? അപ്പോ തിരക്ക് പറഞ്ഞ സംഭവമില്ല, നമ്മൾ ഉണ്ടാക്കുകയാണ് സാധനം. ഞാൻ പറഞ്ഞു മനസ്സിലായ? നമ്മൾ ഉണ്ടാക്കണം. അങ്ങനെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എന്നാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതുമാണ്. പക്ഷെ നമ്മൾ ചെയ്യാൻ മടിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കാരണമാണ് തിരക്ക്.
അല്ലേ? ആണോ? അല്ലേ? നിങ്ങൾ നോക്കൂ, ഇപ്പൊ നിങ്ങൾക്ക് പരിശീലനം നേടിക്കഴിഞ്ഞു നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ക്ലാസ് എടുക്കാൻ? പിന്നെ എന്തുകൊണ്ട് ഇന്നലെ വന്നില്ല? എല്ലാരും ഒരു 10 മിനിറ്റ് സംസാരിച്ചിട്ടെങ്കിലും എനിക്ക് ഒരു വീഡിയോ ചെയ്യാൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ റെഡി ആക്കണം എന്ന് ചിന്തിക്കുന്ന ആർക്കും ഇന്നലെ എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു. ഞാൻ ചോദിച്ചിട്ട് പോലും വിൻസൻ സാർ മാത്രമാണ് മറുപടി പറഞ്ഞത്. വിൻസൻ സാർ എപ്പോഴാ പറഞ്ഞു തരാം? 8:30. 8:30 വന്നിട്ട് ഇന്ന് ക്ലാസ് ഇല്ലേ? അതിന്റെ മുമ്പുള്ളതൊന്നും മൂപ്പര് കണ്ടിട്ടില്ല. ഏഹ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിരുന്നു, അപ്പൊ ആരും മറുപടി തന്നില്ല, അതുകൊണ്ടൊന്നും ഇല്ല പറഞ്ഞു. കാരണം ആരും ഇല്ലാതെ പിന്നെ ഞാൻ തോണാക്കി ഇരുന്നിട്ട് വലിയ കാര്യത്തില്ലല്ലോ, എനിക്ക് ഇതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മളാവശ്യമാകുമ്പോ നമ്മളത് ചെയ്യുമ്പോ നമുക്കൊരു മടി കൊടുക്കും. എന്താ ഇത് ചെയ്തിട്ട് ഇതൊക്കെ ഇപ്പൊ നടക്കുവോ? ഇതൊക്കെ ഇപ്പൊ ഉള്ളത് തന്നെയാണോ? ഞാനൊക്കെ ഇപ്പൊ ഒരു ക്ലാസ് ഒക്കെ ചെയ്യുവോ? ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന അതൊക്കെ വലിയ വലിയ ആൾക്കാർക്കുള്ള, എനിക്ക് പറ്റിയതാണോ? എന്താ ഇപ്പൊ മഴസാറിന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ചെയ്താൽ എന്താ ഇപ്പൊ വരിക? ഇൻസ്റ്റാഗ്രാം ഉണ്ടാ? ഇൻസ്റ്റാൾ ചെയ്തേക്കണ? ആ ഉണ്ടല്ലേ, എന്നാ വീഡിയോ ചെയ്തോളി. എന്താ വരുന്ന അറിയാലോ നമുക്ക്. എന്ത് സംഭവിക്കാന്ന് അറിയാലോ? രോഗം അവസാനിക്കുകയാണെങ്കിൽ ആട് കഴിയട്ടെ, അതോട് കൂടി എല്ലാം ഫിനിഷ് ആയല്ലോ. ബീനമേവൻ എന്താണ്ട് കേക്ക് ഉണ്ടാക്കണ്ടേ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടിടും. ആ, ഞാൻ വീഡിയോ ഉണ്ടാക്കലുണ്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുമ്പോ ആ തിരക്കിനെ ഉണ്ടാക്കി പോയി. ആ വീഡിയോ ഉണ്ടാക്കണം, പിടിക്കാൻ ടൈം ഉണ്ടാക്കിയിട്ട് എടുക്കും. ഇൻസ്റ്റാഗ്രാമിൽ ഇടണം. ഇത് ഇങ്ങനത്തെ കേക്കാണ്. ഈ കേക്കിന്റെ പ്രത്യേകത ഇതാണ്, നമുക്ക് ആ, ഇങ്ങനെയൊക്കെ കേക്ക് ഉണ്ടാക്കാം. അപ്പൊ സാറിപ്പോ വീഡിയോ ചെയ്യാൻ പറഞ്ഞതിന് ശേഷം ഞാൻ അത് ചിന്തിക്കുന്നുണ്ട്. ആ പിന്നെ ഞാൻ ഈ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെയും കുറച്ച് വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. ചെയ്യണം, ഒന്നും സംഭവിക്കൂല, ആരും ഒന്നും പറയില്ല. കാരണം ഇനിയിപ്പോ കുറെ കമന്റുകൾ ചിലപ്പോ നെഗറ്റീവ് വന്നേക്കാം, വരട്ടെ. നമുക്ക് കമന്റാണ് ആവശ്യം. അത് നിങ്ങൾ ചിന്തിക്കണം. ഇവരെ കുറെ ആളുകൾ ഉണ്ടല്ലോ, പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്. പോസ്റ്റർ അല്ലേ? ലീഗുകാർ അത് ചെയ്തു, കോൺഗ്രസ്സുകാർ ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഒരു പോസ്റ്റർ ഇടും. അവരുടെ ഉദ്ദേശം എന്താ അറിയാം നിങ്ങള്? അവരുടെ ഉദ്ദേശം എന്താ? BJP-നെ കുറ്റം പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റർ ഇട്ടാല് BJP-ക്കാരെല്ലാവരുടെയും വന്നിട്ട് അതിൽ കമന്റ് ചെയ്യും. അത് തന്നെയാണ് എന്റെ ആവശ്യം. അതെ. അത് തന്നെയാണ് എന്റെ ആവശ്യം. എന്ത്? കുറെ കമന്റ് ഇട്ടണം. മനസ്സിലായോ? കമന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലാന്നല്ല. ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, കമന്റ് ഇട്ടാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഇതില് പോസ്റ്റർ അയക്കണവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ആ കേക്കിന് സെയിൽസ് കിട്ടും, ശീലമ്മ പറഞ്ഞ സെയിൽസും കിട്ടുന്നതാണ്. അതും നല്ലതാണ്, അത് ബിസിനസ് അതിന്റെ അടിയിൽ കൂടെ നടക്കുകയും ചെയ്യും. നമുക്ക് എന്ത് ചെയ്യാം? വിജയിക്കാനും കഴിയും. രണ്ട് കാര്യം ഒരുമിച്ചാണ്. ഈ ഞങ്ങളെ നാട്ടിലൊക്കെ പറയാറുണ്ട്, നെയ്യപ്പം പറഞ്ഞിട്ട് സാധനം. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക? നെയ്യപ്പത്തിന് നെയ്യപ്പം തന്നെയല്ലേ? അതെ. ഉം. ആ നെയ്യപ്പം കഴിച്ചാൽ രണ്ട് ഗുണങ്ങളുണ്ട്. അന്നെന്താ? ഒന്ന് വിശപ്പ് മാറും, പിന്നെ മെഴുക്ക് കായലുമ്പത്തേക്ക് തലയിലൊക്കെ തേച്ചിട്ട് മുടിയൊന്ന് ഉഷാറാക്കി എടുക്കാം. മുടിയൊന്ന് ഉഷാറാക്കി എടുക്കുകയും ചെയ്യാം, കാരണം എണ്ണ അതിലുണ്ടോ. അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. അപ്പൊ ഇതേപോലെ രണ്ട് പ്രയോജനം ഉണ്ടോ. നമ്മൾ വീഡിയോ ചെയ്ത് നമ്മളൊന്ന് കോൺഫിഡൻസിലേക്ക് എത്തും. രണ്ടാമത് നമ്മളെ സെയിൽസും നടക്കും. അപ്പൊ ആ രണ്ട് പ്രയോജനമുണ്ട്. അതേമാതിരിക്ക് നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ നമ്മളത് ചെയ്ത് എനിക്ക് ചെയ്യാൻ കഴിയും എന്നൊരു ബോധ്യത്തിലേക്ക് എത്തിയാൽ പിന്നെ നമുക്ക് എവിടെയും ക്ലാസ് ചെയ്യാം. മാജിക് വേണമെന്നില്ല. ഞാനൊക്കെ നേരിട്ട് ക്ലാസ് ചെയ്യൽ തുടങ്ങി. കാരണം വെച്ചാൽ നേരിട്ട് ലൈവായിട്ട് ക്ലാസ് ചെയ്യൽ തുടങ്ങി. ആ ക്ലാസ് ചെയ്യാൻ 20 ആള് 30 ആള് 40 ആളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം ഉണ്ടാവും ആദ്യം. ഇതേപോലെ അല്ല, ഇവിടെ ഇരുന്നിങ്ങനെ സംസാരിച്ചാൽ മതി. അതേപോലെ അല്ല നേരിട്ടാവുമ്പോ. കാരണം അവരെന്നെ കാണുകയാണ്. അപ്പൊ എന്നെ കാണുമ്പോ, നേരിട്ട് കാണുമ്പോ എന്റേതായിരിക്കുന്ന കുറെ കുറവുകൾ അവരുടെ മനസ്സിൽ വരും, അല്ലേ?
അതിപ്പോ മണിസാറ് കാണുമ്പോ ഞാൻ പറയും, മണിസാറ് വലിയ എത്ര ഇയാളപ്പോ ക്ലാസ് എടുക്കുന്നുണ്ട്, എന്നൊരു അഭിപ്രായം ഉണ്ടാവും. ഉണ്ടാട്ടെ, ഉണ്ടായിക്കോട്ടെ. ഇനിയിപ്പോ എന്താ, അവരെന്ത് വിചാരിച്ചാലും നമുക്കും വിചാരിച്ചണം, അത്രയല്ലേ ഉള്ളൂ. അവരെ തലയിൽ മുടിയില്ല, മീശക്ക് കട്ടില്ല, ഡ്രസ് അത്ര പോരാ, ഇങ്ങനെയൊക്കെ ചിന്തിക്കണവരുണ്ടാവില്ല. അങ്ങനെ ചിന്തിച്ചോട്ടെ, നമുക്കെന്താ, നമുക്കും ചിന്തിക്കണം. എനിക്ക് ഡ്രസ് ഉണ്ട്, എനിക്ക് മുടി ഉണ്ട്, നമുക്കാണ് ചിന്തിച്ചാ പോരാ, പ്രശ്നം കഴിഞ്ഞില്ല. അപ്പൊ തിരക്കില്ല, നമ്മൾ ചെയ്യ. നമുക്ക് എന്തെങ്കിലും ജോലി ഉണ്ട്, ഇപ്പൊ ചെയ്യാൻ കഴിയൂല എന്നാണെങ്കിൽ, ഞാൻ സാറേ എനിക്കൊരു വർക്ക് ഉണ്ട്, ഇന്ന വർക്കാണ്, ആ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യും എന്നായിരിക്കണം നമ്മുടെ ഉത്തരം. എനിക്ക് തിരക്കാണ്, പിന്നെ ചെയ്യാം. പിന്നെ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ചെയ്യൂല, ഞാൻ ഗ്യാരണ്ടി അല്ല, 100% ഗ്യാരണ്ടി അല്ല, നിങ്ങൾ ചെയ്യൂല. കാരണം പിന്നെന്ന സംഭവം ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഓരോ സംഭവം, നമ്മൾ ഏത് ബിസിനസ് ആണെങ്കിലും നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണെങ്കിലും എന്താണെങ്കിലും, നമുക്ക് ആവശ്യമുള്ള സംഭവത്തിന് തിരക്കുകൾ മാറ്റിവെച്ച് പ്രവർത്തിക്കാൻ ശ്രമിക്കുക. അതോടുകൂടി നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കും. ആ ഒരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. ഇത്ര മാത്രമാണ് ഇന്നത്തെ എൻ്റെ ഒരു വിഷയം. താങ്ക് യു. ഓക്കെ, താങ്ക് യു റസാഖ് സർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു സെഷന്റെ ഫീഡ്ബാക്ക് അറിയാം. ആരാ ഫസ്റ്റ് പറയുന്നേ? ഞാൻ പറയാം, എന്നിട്ട് വീഡിയോ ഓഫ് ആക്കണം, കിച്ചണിലോട്ട് കയറണം. ഓക്കെ ഓക്കെ. ഓക്കെ, നല്ലൊരു ഓർമ്മപ്പെടുത്തല്. ഇനിയിപ്പൊ നമ്മൾ ശരിക്കും എങ്ങനെയാണ് വീഡിയോ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അത് വീഡിയോയും ഇൻസ്റ്റയിൽ ഇടാനുള്ള റീലും ഒക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ പറഞ്ഞു കൊടുത്താൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു. അറിയാൻ വയ്യാത്തവരും കാണുമായിരിക്കുമല്ലോ. എന്താണേലും നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിരുന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും സമയം കാണിയല്ല. നമ്മൾ സമയം കണ്ടെത്തി അത് ചെയ്താൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കോൺഫിഡൻസ് കൂടാം. പറഞ്ഞതുപോലെ ബീന മാഡത്തിന് ഇപ്പൊ ഒരു കേക്കിന്റെ ഒരു ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ അതിന്റെ ആ ബെനിഫിറ്റ്സും ഒക്കെ പറഞ്ഞൊരു റീൽ ഇടുവാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്മസ് ആകുമ്പോൾ സെയിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ചൊന്ന് ചെയ്താൽ മതി. അറിയാൻ വയ്യെങ്കിൽ സാറിനോട് ചോദിച്ചാൽ മതിയല്ലോ. നല്ലൊരു ഓർമ്മപ്പെടുത്തൽ. ശില മാം, ഹലോ. കേട്ടില്ലേ? ഞാൻ കേട്ടില്ലായിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, വൈൻഡപ്പ് ആയപ്പോ ഒരു ബ്രേക്ക് വന്നു. ഞാൻ ഓക്കെ മാം. പറഞ്ഞായിരുന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ, താങ്ക് യു. ദെൻ അടുത്തത് ആരാ പറയുന്നേ? ദിവ്യ മാം. അടുത്താണ് പറഞ്ഞത്, 18 മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു നമ്മളെ, എന്താ പറയാ, എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് സർ നല്ല രീതിയിൽ പറഞ്ഞു തന്നു. ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് നമുക്കൊരു വീഡിയോ ചെയ്യേണ്ടത്, പിന്നെ നമ്മളുടെ മടി എങ്ങനെ അതിൽ നിന്ന് മാറ്റാന്നുള്ളതും കൂടി പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച്. സൗണ്ട് പോയി. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. മണി സർ. മാജിക് മോർണിംഗ് റസാഖ് സാർ, നല്ലൊരു സെക്ഷൻ തന്നെ. നമ്മളൊരു നല്ലൊരു എക്സാമ്പിൾ സൈക്കിളിന്റെ കാര്യം പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് നോക്കുക എന്നുള്ളതാണ്. മുന്നോട്ട് നോക്കി കാണണം. അപ്പോൾ നമ്മളിൽ എപ്പോഴും തിരക്ക് എന്ന് പറയുന്നത് സംഗതി ഉണ്ടെങ്കിലും നമ്മൾ അത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ എന്താണ് കാര്യം, അത്യാവശ്യമാണോ അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത കാര്യങ്ങൾ കുറച്ച് മാറ്റി വെക്കാനോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാന്നുള്ള രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് സമയം ഉണ്ടാവും. അപ്പൊ ഇന്നലെ ഞാൻ ഇതിൽ നോക്കിയ സമയത്ത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം എൻ്റെ വീട്ടിന്റെ അടുത്തുള്ള
ഒരു മരണം നടന്നതിൽ ഞാൻ അതിൽ പങ്കെടുത്തോണ്ടിരിക്കുന്ന ആ സമയത്തായിരുന്നു അത് ഉണ്ടായിരുന്നത്. ഒരു 8:30 ആ സമയത്ത് തന്നെയാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ അത് ഇങ്ങനെയുള്ള ഒരു കാര്യം ഇതിൽ എഴുതണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടായത്. അപ്പൊ എനിക്കതിൽ ഇന്നലത്തെ ദിവസത്തിൽ പങ്ക് ചേരാൻ പറ്റിയിരുന്നില്ല. അപ്പൊ നമ്മള് എപ്പോഴും നമ്മള് തിരക്ക് എന്ന് പറയുന്നത് വെച്ചാല് പല സംഗതിയിലും നമുക്ക് ഒരു ശരിയായ ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്. നമ്മളെ അലൈൻ ചെയ്ത ടു ഡു ലിസ്റ്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ അത് ആപ്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇപ്പോഴും പല കാര്യങ്ങൾ വരുമ്പോൾ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ചില എക്സ്ക്യൂസ് ഒക്കെ പറയാറുണ്ട്, ഇന്ന് വേണ്ട അടുത്ത പ്രാവശ്യം ആക്കാം, അങ്ങനെ കുറച്ച് നീട്ടി പോകാറൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പം സാറിന്റെ ഈ 1-2 ക്ലാസ്സിലൂടെ നമ്മൾ PDL വരാനും നല്ലൊരു കോൺഫിഡൻസ് കിട്ടാനും പറ്റിയിട്ടുണ്ട്. ക്ലാസ് എടുക്കാനും അതിനുള്ള ഒരു ധൈര്യം എല്ലാം കിട്ടുന്നുണ്ട്. അപ്പൊ സന്ദർഭം വരുന്ന സമയത്ത് ഞാൻ തന്നെ മുന്നോട്ട് വന്നിട്ട് തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്നതാണ്. മുമ്പ് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഒരു ഡയറക്ഷനിൽ കൂടെ പോകുന്നതിനെ കൊണ്ട് അതിന്റെ ഒരു എനർജിയും കോൺഫിഡൻസും ഒക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ BMagic-ന്റെ മെമ്പേഴ്സിനെ നമ്മൾ പരിചയമുള്ള ആൾക്കാരായതും കൊണ്ട് കൂടുതൽ ഒരു നല്ല കാര്യങ്ങൾ അവരോട് ഷെയർ ചെയ്യുന്നതിൽ സന്തോഷം തന്നെ ഉള്ളൂ. ഏകദേശം താങ്ക് യു വെരി മച്ച്. നന്നായിരുന്നു സാർ ക്ലാസ്. താങ്ക് യു. Okay, thank you, Manisha. Thank you so much. ഇതൊക്കെ ഒരു ക്ലാസ് അല്ല, അതൊക്കെ ഉണ്ടാക്കണ ക്ലാസ്. Okay. എവിടെ ബാക്കി? അഖില പറഞ്ഞു. അല്ല, ഇതിപ്പോ നമ്മളെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് അതിന്റെ ഒരു പ്രവർത്തനം കണ്ടിട്ടാണ് സാർ ഇപ്പൊ ഈ വിഷയത്തിലോട്ട് വന്നത്. എല്ലാരും പാർട്ടിസിപ്പേഷൻ അങ്ങനെ ആണ്. തിരക്കാണ്, പിന്നെ മടിയുണ്ട്. ഇത് സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ്. പോയിട്ടൊക്കെ വന്ന് പിന്നെ രാത്രി എത്തുമ്പോഴേ 7:30 മണിയാവും. പിന്നെ വന്ന ഉടനെ പിന്നെ ഇന്നലെ ഞാനൊരു മെസ്സേജ് കണ്ടതുമില്ല. ഇല്ലെങ്കിൽ ഇന്നലെ കയറിയെന്നെ. ഞാൻ പറഞ്ഞിരുന്ന ദിവസത്തേക്ക് എനിക്ക് കയറാൻ പറ്റിയില്ല. അന്ന് വേറൊരു അത്യാവശ്യ കാര്യം വന്നുകൊണ്ട്. ഇനിയുള്ള ക്ലാസ്സിൽ എന്തായാലും ഉറപ്പായിട്ടും കയറും സാർ. സാറ് പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളാണ്. നമ്മളത് ഉൾക്കൊണ്ട് പെരുമാറുന്നതായിരിക്കും. താങ്ക് യു സാർ. Okay, thank you, Ikla ma'am. മാജിക് മോർണിംഗ് Ikla ma'am. സാർ. അതുപോലെ ഇനിയുള്ള ക്ലാസ്സിലൊക്കെ കയറാൻ പിന്നെ വീഡിയോ ചെയ്യാനുള്ള പേടി കൊണ്ടായിരിക്കും കുറേ വോയിസ് ഇടാനൊക്കെയുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാൻ റീൽസ്, മോള് പറയും അപ്പോൾ റീൽസിൻ്റെ കൂടെ ഇപ്പം വോയിസ് നിർബന്ധമാണെന്ന് അറിയും. അപ്പോൾ ഞാൻ ചില വീഡിയോ ആക്കിയിട്ട് തന്നെ കേൾക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പം വോയിസും കൂടി വേണമെന്നുണ്ട്. എല്ലാവരും വോയിസിലാണല്ലോ പറയുന്നത്. അപ്പം ഇനി അങ്ങനെയുള്ള റീൽസുകൾ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. താങ്ക് യു സാർ. Okay, thank you ma'am. Thank you so much. അത് നിങ്ങൾ ആ ഗ്രൂപ്പിൽ വരി, എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് മാത്രമായിട്ട് ഇട്ടുതരാം. വിഷയമായിട്ട് നിൽക്കണ്ട, സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ടൈമുണ്ട്. ഈ റീലിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരാളും അത് കണ്ടിരിക്കൂല എന്നുള്ളതാണ്. 1 മിനിറ്റ് അതിലപ്പുറം ഒരു റീല് ഉണ്ടായാൽ അത്രത്തോളം കണ്ടന്റ് ആണെങ്കിൽ മാത്രമേ ആളുകൾ കണ്ടിരിക്കുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? തോണ്ടിപ്പോവും. അപ്പൊ ആ 1 മിനിറ്റ് കൊണ്ട് നമ്മളെ വിഷയം കഴിയണം. ഒരു തോണ്ടണീന് മുമ്പ് നമ്മളെ വിഷയം പറഞ്ഞു തീർക്കണം. ഇല്ലേ? നമ്മളൊക്കെ അങ്ങനെ തന്നെ അല്ലേ? റീല് എത്ര കുറച്ചേരം കിട്ടും. എന്തെങ്കിലും പരസ്യമാണെങ്കിൽ വേഗം തട്ടും. അതല്ല വേറെ എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ട്, നമുക്ക് പഠിക്കാനുള്ള ഒരു വിഷയം ഉണ്ടെന്ന് കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തിരിക്കും. എന്നിട്ട് പിന്നെ തോണ്ടി അയക്കും. അപ്പൊ ഈ തോണ്ടി അയക്കണതിന് മുമ്പ് നമ്മുടെ വിഷയം അവിടെ തീർന്നിരിക്കണം. ഇത്രേ ഉള്ളൂ. അടുത്ത ആള് ഞാൻ കല്യാണി വൈൻ്റെ പേര്. Okay. ഇനി ആർക്കാണ്? morning. Okay, Bashir sir. നല്ലൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു സർ. നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു ബൂസ്റ്റിംഗ് ഡോസ് നല്ലതാണ്. അങ്ങനെ കിട്ടുമ്പോൾ നമ്മളൊന്നും കൂടി എനർജൈസ് ആവും. എനിക്ക് എക്സ്ക്യൂസ് ഉണ്ട്. ഞാൻ ഇന്നലെ കല്യാണമായിട്ടുണ്ട്. അത് രാത്രി 9 മണിക്ക് എത്തിച്ചത്. ഇപ്പോഴാ കാണുന്നത് ഇതൊക്കെ. അന്നാ ഓർമ്മയിലില്ല. ഇങ്ങനെ ഒരു പരിപാടിയിൽ മനസ്സിൽ നിന്നും വിട്ടുപോയി.
സാറ് നമ്മളെ നന്നാക്കാൻ എടുക്കുന്ന എഫേർട്ടിന് ആദ്യം നന്ദി പറയാം. നമ്മളൊക്കെ ഓരോ പിന്നോട്ട് വലിയുമ്പോൾ സാർ ഇങ്ങനെ ഓരോ സാധനം തന്നിട്ട് നമ്മളങ്ങനെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക. അത് നല്ലൊരു പേഴ്സണൽ ബ്രാൻഡിങ് നല്ലതാണ്. ബിസിനസ്സിലെ പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ നമുക്കിപ്പോ ബീനാമീനൊക്കെ പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ അത്യാവശ്യം കച്ചവടം വർദ്ധിപ്പിക്കാനും പറ്റും. നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സംഭവം നെയ്യപ്പം നിന്ന മാതിരി തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു സംഭവം കിട്ടും. പേഴ്സണൽ ബ്രാൻഡിങ്ങിനുള്ള ഏറ്റവും വലിയ മെച്ചത നമ്മളാളെ അറിയും ചെയ്യുക. അപ്പോൾ നമ്മളെ പറ്റി ആളെ അന്വേഷിക്കുക, ഇയാളെന്താ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം സമൂഹത്തിന് ആവശ്യമുള്ളതാണെങ്കിൽ അപ്പൊ അവര് നമ്മളായിട്ട് ബന്ധപ്പെടും. അങ്ങനെയാണല്ലോ ബിസിനസ് വർദ്ധിക്കുക. ഇപ്പൊ നമുക്കിപ്പോ ഇങ്ങനെ റസാഖ് സാറിന് അറിയും. അപ്പൊ എവിടെയെങ്കിലും ഒരു വേദന വരികയാണ് പതുക്കെ ഒന്ന് വിളിച്ചു ചോദിക്കും, റസാഖ് സാറ് ഇന്ന ഭാഗത്തൊരു വേദന ഉണ്ട്, എന്താ ചെയ്യുന്നത്. അപ്പൊ റസാഖ് സാർ ഇന്ന സ്ഥലത്ത് കുത്തി നോക്കാൻ പറയും. അപ്പൊ അതൊക്കെ നമ്മൾ ഈ പേഴ്സണൽ ബ്രാൻഡിങ്ങിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അല്ലാതെ ഇങ്ങനെയുള്ള ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് പല പ്രൊഫഷനായിട്ട്. അവരെ ബാക്കിയുള്ളവരെ അറിയില്ല എന്താണ് ചെയ്യുക ഇങ്ങനെ. അപ്പം അത് പേഴ്സണൽ ബ്രാൻഡിങ് കൂടെ അങ്ങനെ വലിയൊരു മെച്ചമുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ സോഷ്യൽ മീഡിയ ഒക്കെ നല്ല വളർന്നു നിൽക്കുന്ന സമയമല്ലേ. അപ്പൊ അത് നമ്മൾ മുതലെടുക്കുക. അപ്പൊ അതിന്റെ ടെക്നിക്കൽ വശമൊക്കെ ഇപ്പൊ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ കൂടി കിട്ടുമ്പോൾ അത് നമ്മളെ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യാം. ഞാനൊക്കെ എല്ലാ ക്ലാസ്സിലും പോകും. കാരണം നമ്മളെ കപ്പ് കാലിയായാലേ കപ്പിലേക്ക് എന്തെങ്കിലും വരുള്ളൂ. അല്ലെങ്കിൽ എന്റെ കപ്പ് ഫുള്ളാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഇരുന്നാല് അതവിടെ കിടക്കും. അപ്പൊ ഏത് ക്ലാസ് ഞാൻ പോയി അറ്റൻഡ് ചെയ്യും. ചെറുതായാലും തിരക്കുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് അതിൽ നിന്ന് കിട്ടും. നമ്മളെ ടൈം വേസ്റ്റ് ആവില്ല. ഓക്കെ, താങ്ക് യു സർ. നല്ല ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിഷയ് സർ, താങ്ക് യു സോ മച്ച്. സോ ആൾമോസ്റ്റ് ഏകദേശം എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ഇനിവേ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്താലോ? ശരി. എനിവേ റസാഖ് സർ, താങ്ക് യു. താങ്ക് യു ഓൾ. Thank you, Razak sir. Thank you all. Thank you so much. Thank you, sir. Thank you so much. Thank you, sir. Thank you all.